ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനെന്നെ ഇതാക്കാൻ പോകുന്നത് ഈ കരിവേപ്പില തൈക്ക് ഇത് കണ്ട ഈ കരിവേപ്പില ഉഷാറൊന്നുമില്ല. ഇനി കുറച്ച് അടിയിൽ വളം ഈ തുറന്നിട്ട് ഈ പച്ചക്കറീൻ്റെ വേസ്റ്റുകളെല്ലാം കൂടി മുട്ടത്തോട് പഴത്തോട് ഇതെല്ലാം കൂടി ഇങ്ങനെ ആപ്പിളിൻ്റെ തോല് ഈ പച്ചക്കറി വേസ്റ്റുകൾ ഇതെല്ലാം കൂടി ഇതിട്ട് കൊടുക്കുക. ഈ മുട്ടത്തോടെ ഇതിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് അടിയിൽ മണ്ണിൻ്റെ ഉള്ളിലിടാനാണ് ഇത്. പിന്നെ ഇത് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഇതിന് ഞാനൊരു ചെറുനാരങ്ങ ഒരു മുറി ചെറുനാരങ്ങ ഒരു കഞ്ഞിയുടെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസമായി ഇട്ട് വെച്ചിട്ട് ഇത് കുറച്ച് തൈരും കൂടിയാണ്. ഇതിൽ ഉടച്ചിട്ട് ഞാൻ ഇതിലാക്കട്ടെ. ഇത് ഉടച്ചിട്ട് ഇതിന് പൊടിയട്ടെ. അതിനുശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇതും കൂടി ഈ വളത്തിന് അടിയിലായിട്ട് ഈ തോല് ഇതിൻ്റെ ചെറുനാരങ്ങൻ്റെ ഈ തോല് ഇതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുത്താൽ ഇതും കൂടി ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഈ തൈരും കൂടി ഇതിലൊഴിക്കട്ടെ. ഇത് കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് കുടഞ്ഞു കൊടുക്കുക. ഇതുണ്ട ഇങ്ങനെ കുടയുക. ഇത് നല്ല വൃത്തിയിലാകുമ്പോഴും നല്ല വൃത്തി കുടഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നോളും. നല്ല ഇത് വരും. പുഴു ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നല്ല കുറ്റി പോലെ ആക്കണം. ഇത് കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇത് കട്ട് ചെയ്യണം അത്ര. അതുകൊണ്ട് ഇത് നല്ലൊരു മരുന്നായത്. നല്ലൊരു കരിവേപ്പിലൊക്കെ പറ്റിയ ബെസ്റ്റ് മരുന്നായത്. ഒരു പ്രാവശ്യം കൊടുത്താൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആരെല്ലോ ചോദിക്കണ്ട എൻ്റെ കരിവേപ്പില കേൾക്കുന്നില്ല, കരിവേപ്പില വൃത്തിയാകുന്നില്ല, തളിച്ച് വളരുന്നില്ല, കരിവേപ്പിലൊക്കെ ഉണക്ക് വരും. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആക്കിയവർ പറഞ്ഞു തിരി വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പൊട്ടിച്ച് മുറിച്ചാടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിനിടയ്ക്ക് ഒരാളെന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് തിരി വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി തിരി വന്നിട്ടാകുമ്പം അത് ഇതേപോലെ അവർ ചെയ്തു കൊടുത്താൽ നല്ല അടിപൊളി കരിവേപ്പിലയായിട്ട് ഇഷ്ടംപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു കൊടുക്കുന്നത്. അറിയാത്തവർക്ക് ഇതിൻ്റെ മണ്ടക്കും കൂടി വീണ് കഴിഞ്ഞാൽ നല്ലതാണ്. അതാണ് ഇതിൻ്റെ മടിയാണ്. ഇനിയിപ്പോൾ ഇത് തുറക്കുക. കുറച്ച് തുറന്നിട്ട് എനിക്കിത് തുറക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് തുറന്നിട്ട് ഇത് കുറച്ച് ചുറ്റും. എന്നാലും എൻ്റെ കരിവേപ്പിലേൻ്റെ ഇത് തുറന്നാൽ മാത്രമേ കരിവേപ്പിലേക്ക് മണ്ണ് പൊടിച്ച് ഇട്ട് കൊടുത്താൽ കരിവേപ്പിലേൻ്റെ വേര് പൊട്ടി വരും. ഇനി വേര് പൊട്ടാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ വളം പോയിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ എന്താ വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുക്കുക. ഇത് വേറെ കൊടുത്തിട്ട് അല്ല തെങ്ങിൻ്റെ വേറെ എൻ്റെ മൊയ്ത് വേറിനായിട്ട് അങ്ങനെ സാരില്ല പോയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റും തുറന്നിട്ട് പിന്നെ വളം ചേനയുണ്ട് അല്ല ഇപ്പം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് തുറന്ന് ചുറ്റും നല്ല ചുറ്റും തുറന്ന് ഇപ്പിൻ്റെ ഈ വളം ഇട്ട് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുറ്റത്തോടെല്ലാം മുഴുവൻ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ എല്ലാം ഉണ്ട്. ഉള്ളിത്തോലുണ്ട്, കടലാസുണ്ട്, മുറ്റത്തോട് ഇതേപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ വേഗം ഉഷാറായിട്ട് വന്നു. എല്ലാ സാധനമുണ്ട്. ഉള്ളിത്തോലുണ്ട്, മുട്ടത്തോലുണ്ട്. എങ്ങനെ കണ്ടില്ലേ ഉള്ളിത്തോലിക ഇതെല്ലാം ഈ മണ്ണിൻ്റെ ഉള്ളിലാകുമ്പോൾ വേഗം പെട്ടെന്ന് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് കപ്പേൻ്റെ തോല് വരെ എല്ലാ തോലും ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു വളമാണ്. ഇതിലിപ്പം പെട്ടെന്ന് കരിവേപ്പില തളച്ച് വന്നെങ്കിൽ പറ്റി കിട്ടിയെനിക്ക് നശിച്ചു പോവില്ല. ഇനി ഇതിനും ഇതായി. ഇനിയിപ്പോൾ നമുക്കിതിന് തുറന്നിട്ട് ഇനി മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി മണ്ണിട്ട് കൊടുക്കാം. ഇവിടെ പിന്നെ പൊടിവളമൊന്നുമില്ല. പൊടിവളം ഉണ്ടെങ്കിൽ കുറച്ച് പൊടിവളവും കൂടി ഇട്ട് കൊടുക്കായിരുന്നു. പൊടിവളമില്ല. അതുകൊണ്ട് ഈ വളം തന്നെ ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇത് മതി. ഇത് നല്ല വളമാണ്.
നല്ല മണ്ണാണ് ഇത്തെ മണ്ണ്. ഇഷ്ടംപോലെ നല്ല ഉഷാറായിട്ട് വരും. ഇനി കരിയേപ്പില പോകുന്നത് അതിൽ അത്രയും നല്ല ഉഷാറായിട്ട് വരും. നോടില്ലേ, ഇങ്ങനെ ഇട്ട് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളും കരിയേപ്പിലൊക്കെ ചെയ്താൽ ഇത് കരിയേപ്പില അടിപൊളിയായിട്ട് വളരും. നിങ്ങൾക്ക് കരിയേപ്പില ഒരു സ്ഥലം ഇതിപ്പോൾ ഇതിങ്ങനെ കുടഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഇതിന് ചുറ്റും വളം ഇട്ട് കൊടുത്തു. ഇനിയിപ്പം കുറച്ച് പൊടിവളം കിട്ടുമെങ്കിൽ കുറച്ച് ചുറ്റും ഇട്ട് കൊടുക്കാൻ പറ്റും. ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി കുടഞ്ഞു കൊടുത്താൽ നല്ലതാണ്. പിന്നെ പുഴുക്കളോ അണുക്കളോ ഒന്നും ഉണ്ടാവില്ല. ഈ ഇല കാണുന്നില്ല, നല്ല ഇലയായിട്ട് വരുന്നത് ഇതേപോലെ തെഴുത്ത് ഇട്ട് വരും. ഇപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് പിന്നെ തൈരും കഞ്ഞിവെള്ളവും പിന്നെ ഒരു മുറി ചെറുനാരും കൂടി ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചിത് വളർന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിലെ കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ കുടഞ്ഞു കൊടുത്താൽ മതി. ഇതിന് മേലെ താഴത്തെ കട്ട് ചെയ്യേണ്ട, ഇതിന് മുകളിൽ നിന്ന് കുറച്ചും കൂടി കട്ട് ചെയ്ത് നല്ല പടർന്ന് വിഷസ്ഥാരത്തിൽ ഇതേപോലെ പിന്നെ ഒരുപാട് കമ്പ് പൊട്ടിയിട്ട് വരും. ഈ കുറച്ച് പൊട്ടിച്ചാൽ മതി. ഇതിലെ കൂടി ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കമ്പ് വരും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരാളെടുത്തും പോകേണ്ട, നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനിയിപ്പം ഈ വീഡിയോ ഞാൻ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ഹൈപ്പും കൂടി അടിക്കണം. ഇതിന് ഹൈപ്പുണ്ട്, ആ ഹൈപ്പും കൂടി അടിച്ചാലേ പോയിൻ്റ് കിട്ടുള്ളൂ. പിന്നെ സബ് ചെയ്യാത്തവരാ സബ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ എപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഇനി കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി കൃഷി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൃഷികളും കൃഷി രീതികളും ഞാൻ എനിക്ക് അറിയാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ പിന്നെ ഇതൊക്കെ എത്തിച്ചു തരാം. എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ടാക്കണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണും, വീഡിയോ കാണും, സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അതിനൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഞാനെല്ലാം നിങ്ങൾക്ക് എൻ്റെ കൃഷി രീതികളും മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ കൃഷി ചെയ്തിട്ട് ആരെല്ലോ കഴിഞ്ഞുള്ളതിനിപ്പുറം കൃഷി ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ കുറേ ആൾക്കാർ കൃഷി ചെയ്തു. ഞാനിത് കണ്ടിട്ട് കൃഷി ചെയ്തിട്ട് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുള്ളൊരു ഉദാഹരണമാണ് പ്രമോ എന്ന് പറയുന്നത്. അവൻ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൃഷി ഞാൻ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ അവൻ ചെയ്തിട്ട് അവന് നല്ല കൃഷി ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ട് നല്ല അടിപൊളി കൃഷിയാണ്. അതെല്ലാവരും അവൻ കാണിക്കുന്നുണ്ട്, ലൈവിലായാലും കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ അവൻ എല്ലാവരോടും പറയലുമുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ കൃഷി രീതി എൻ്റെ കൃഷി രീതിയിൽ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ജൈവ കൃഷി മാത്രം, ഇംഗ്ലീഷ് വളമോ മറ്റുള്ളതോ ഒന്നും വേണ്ട. കുറച്ച് പച്ചച്ചാണകമോ ഇല്ലെങ്കിൽ സീമക്കൊന്നതിൻ്റെ ഉള്ളി ചപ്പ് ഉണ്ടാക്കുക. അതിനെ കൊണ്ട് നമ്മൾ വളമാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വളരും. ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.